അപ്പോൾ നമ്മൾ ഇലക്ഷനൊക്കെ റിസൾട്ട് വന്നാൽ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ പുതിയ CM VD സതീശൻ പുള്ളിക്കാരനെ അപ്പോൾ ജയിച്ച് കഴിഞ്ഞാൽ വണ്ടി മോഡിഫൈ ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ പറയണ്ടായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, അപകടമല്ലാത്ത രീതിയിലാണ് മോഡിഫൈ ചെയ്യാമെന്ന് അവർ ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പുള്ളിക്കാരൻ പറഞ്ഞേക്കണം മിക്കവാറും നമ്മൾ ഈ പെർഫോമൻസ് അപ്ഗ്രേഡ് ഉണ്ടല്ലോ, മാരകമായ പെർഫോമൻസ് അപ്ഗ്രേഡ്, ഇപ്പോൾ എക്സോസ്റ്റും ഇതൊക്കെ എല്ലാം മാറ്റി വണ്ടി ഒരു റേസ് പർപ്പസിനുള്ള വണ്ടി പോലെ എന്തായാലും റോട്ടിലിറക്കി ഓടിക്കാൻ വരും നമ്മുടെ ഗവൺമെൻറ് സമ്മതിക്കില്ല. കാരണം അവർക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൂടി നോക്കണം. മിക്കവാറും ഈ എസ്തെറ്റിക്കായിട്ടായിരിക്കും നമുക്ക് വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ നമുക്കൊരു കാറൊക്കെ ആണെങ്കിൽ നമുക്ക് കാറിൻ്റെ ബോഡി പാർട്സൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളി മുമ്പിൽ ബമ്പറും ബാക്കത്തെ ബമ്പർ അതൊക്കെ മാറ്റി മുമ്പിലൊരു ഹുഡൊക്കെ മാറ്റി ആ ബോണ്ടൊക്കെ മാറ്റിയിട്ട് അടിപൊളി സാധനമൊക്കെ വെച്ച് പിന്നെ നല്ലൊരു പെയിൻറ്റ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് അങ്ങനെ ഇറക്കാൻ പറ്റും. അധികം മറ്റേ ഈ പെർഫോമൻസ് അപ്ഗ്രേഡായിട്ട് അവർ വിചാരിക്കുന്നുണ്ടാവില്ല. കാരണം അറിയാമല്ലോ, പെർഫോമൻസ് അപ്ഗ്രേഡ് ഇങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ തന്നെ എല്ലാവരും റോട്ടിൽ ഇതുപോലെ കയറ്റിയിട്ട് നോക്കി ബിഗിനർ ആയിട്ടുള്ള റൈഡർ പറഞ്ഞാൽ അവരെ കുറ്റം പറയണമല്ല. എന്തായാലും നമുക്കൊരു ആദ്യമായിട്ടൊരു ഒരാൾക്കൊരു വണ്ടി കിട്ടുമ്പോൾ ഒരു 18 വയസ്സാണ്, ആ 18 വയസ്സൊക്കെ കഴിയാൻ ആൾക്കാർക്ക് പിള്ളേർക്ക് ആദ്യമായിട്ടൊരു വണ്ടി കിട്ടുമ്പോഴത്തേക്കും അവരെങ്ങനെ പോയാലും സ്പീഡിൽ ഓടിക്കും. അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ പെർഫോമൻസ് അപ്ഗ്രേഡും കൂടി ചെയ്തിട്ട് സ്പീഡിൽ അങ്ങോട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താണ് ചവിട്ടി കയറി അങ്ങനെ പയ്യെ പഠിക്കാൻ പോകുമ്പോൾ വണ്ടി ഓടിച്ച്. അപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് വണ്ടി ഓടിച്ച് ഈ വണ്ടി എനിക്കറിയാം എന്നും പറഞ്ഞാൽ നേരെ കൊണ്ട് ഈ പെർഫോമൻസ് അപ്ഗ്രേഡ്സ് എല്ലാം കയറ്റി കഴിഞ്ഞ് അവന് റോട്ടിൽ കൂടി പോയി പെട്ടെന്നൊരു അൺഫോർച്യൂനേറ്റ് ഇവൻ്റ് വന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റോഡിൽ കൂടി പോകണ ഒരാൾക്ക് അവർക്ക് അപകടം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇൻഷുറൻസ് പോലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എനിക്ക് അറിയാം, ഞാൻ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ റോഡ് ലീഗില്ലാത്ത രീതിയിൽ വണ്ടി ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ അതിന് ക്ലെയിം കിട്ടില്ല. അങ്ങനെ കുറേയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പൊങ്ങും ചാൻസ് ഉണ്ട്, പ്രോബിലിറ്റി ഉണ്ട് ഈ ഫീൽഡിൽ. അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വന്നതിനെ പണിയാണ്. വേറെ ഞാൻ എവിടെ കേട്ടതാണ്, ഒരാൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ, പുള്ളിക്കാരൻ്റെ ഈ ബ്രേക്ക് ലിവേഴ്സ് പുള്ളിക്കാരൻ മോഡിഫൈ ചെയ്തായിരുന്നു. അത് ഈ ഈ അഡ്ജസ്റ്റബിൾ ലിവറായിരുന്നു. അപ്പോൾ ഇത് മേളോട്ട് പൊങ്ങണ ടൈപ്പ് ലിവറും കൂടിയാന്ന് തോന്നണം കേട്ടോ. അങ്ങനെ എന്തൊരു ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടാണ്, എൻ്റെ അവിടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല, യൂട്യൂബിൽ കണ്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതങ്ങനെ അടർന്ന കൊണ്ടാണ് ഇൻഷുറൻസ് വണ്ടിക്ക് കൺട്രോൾ പോയതെന്നുകൊണ്ട് സർവേർ റിപ്പോർട്ട് ചെയ്തു. അതൊക്കെ എന്ത് ചെയ്ത് നേരെ കമ്പനി റിജക്റ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യണം മാത്രം നോക്കി. ഇവിടെ നിന്നൊക്കെ ഒരു ലിവർ പോലെയൊക്കെയുള്ള അതൊക്കെ നമ്മൾ ഒഴിവാക്കണം നല്ലത്. പറ്റണത് നമ്മൾ ഈ നോർമലൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ സേഫ്റ്റിയാണ് പ്രധാനം. വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റികൾ നോക്കി വെക്കണം കേട്ടോ. നമ്മൾ ഈ ലോക്കൽ അഡ്ജസ്റ്റബിൾ ബ്രേക്സ് വെക്കാണ്ടിരിക്കാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ 390-ലും RTR-ലൊക്കെ കാണുന്ന അഡ്ജസ്റ്റബിൾ ബ്രേക്കേഴ്സ് നമ്മൾ കമ്പനി തന്നെ വെച്ചാൽ അത് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ ലോക്കൽ കടയിൽ പോയിട്ട് ചെറുതെന്നൊക്കെ പറഞ്ഞ് ചെറിയ വില മതി എന്നൊക്കെ പറഞ്ഞ് നോക്കി വാങ്ങണത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല. ചിലപ്പോൾ ഒരു ചെറുത് ആൾ മുട്ടിക്കാൻ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിച്ച് വെക്കാണ്ടിരിക്കാൻ നോക്കുക. നല്ല ക്വാളിറ്റി സാധനം വെക്കുക. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും ഞങ്ങാടുള്ള ഭരണം നല്ലതായാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും 10 വർഷം നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഭരിച്ച് ആൾക്കാർ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ലൊരു ഭരണം വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾക്കായാലും ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം. കോളേജ് പിള്ളേർക്ക് കുറച്ച് ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നല്ല കാര്യം. ഇതെല്ലാം പ്രാബല്യത്തിലായി കഴിഞ്ഞാൽ അതിലേ നല്ല കാര്യം. അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ജൂൺ 15 പറഞ്ഞു. ജൂൺ 15 ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം തുടങ്ങുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ പ്രകടനപത്രം അന്ന് നമ്മുടെ റിസൾട്ടൊക്കെ വന്നതിന് ദിവസം ഈ സതീശൻ കയറിയില്ല. അപ്പോൾ വന്നപ്പോഴത്തേക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ബസ്സിൽ സ്ത്രീകളൊക്കെ കയറി കുറച്ച് ടോക്കൊക്കെ ഉണ്ടായി. എന്നിട്ട് പാവം കണ്ടക്ടർ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു മോശം പരിപാടിയാണ് സ്ത്രീകൾ കാണിച്ചത്, വേറെ ഒന്നുമല്ല. അയാളുടെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയാണ് അയാൾ ഈ ജോലിക്ക് വന്നത്. അപ്പോൾ എന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് അടിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു പോണത് ഭയങ്കര മോശമാണ്. ഇപ്പം അങ്ങനെ ആയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞു, എന്നാൽ ചേച്ചി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിടാം. അപ്പോൾ അതിന് ഇപ്പം സാമാന്യം ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ പറയാം, എന്നാൽ വേണ്ട ഏട്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞ്
നമ്മളൊക്കെ അങ്ങനെ കൊടുക്കും, നമ്മുടെ ഒന്ന് കാശ് തീർക്കും. ഇവർ എന്നിട്ട് സമ്മതിക്കാണ്ട് ഇവർ പുള്ളിക്കാരൻ്റെ കാശും വെച്ച് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ വീഡിയോ എടുക്കണം കൊള്ളാലോ, അടിപൊളി. ഞാനും കൂടി കയറിയിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ, ക്യാമറ വെച്ചെടുക്കണം. നമുക്കൊക്കെ ഈ സെറ്റപ്പ് എപ്പോഴാണ് അവിടെ നിന്നാവും? നമുക്കൊക്കെ ഇപ്പം മറ്റെന്താ മുട്ടിലെ കാലമാണ്, ഇതൊക്കെ കഴിഞ്ഞാലും റെഡിയാവുള്ളതല്ലോ. അപ്പോൾ ബാക്ക്. അപ്പോൾ പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പരമാവധി പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിക്കാണ്ട്, കാരണം പുള്ളിക്കാരനല്ല വാക്ക് പറഞ്ഞ, കണ്ടക്ടറല്ല വാക്ക് പറഞ്ഞേക്കണത്, നമ്മുടെ CM ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാബല്യത്തിൽ വരണവരാ. കാരണം ഇവർക്കൊരു സർവേ എടുക്കണം എങ്ങനെ പോലെ. ഇപ്പോൾ ഏത് ഗവൺമെൻറ് ആയാലും, ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ കുറ്റം പറഞ്ഞല്ല, ഏത് ഗവൺമെൻറ് ആയാലും ഒന്ന് ഇവർക്കൊരു ചെറിയ സർവേ ഒക്കെ എടുത്തിട്ട് പറയാൻ പറ്റുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. കാരണം ഇതുവരെ വരാത്തൊരു പരിപാടിയാണിത്. അപ്പോൾ എത്ര സ്ത്രീകൾ ഒരു ദിവസം, എത്ര സ്ത്രീകൾ പരമാവധി ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്യാണ്, ഒരു മാസം എങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് ഇപ്പോൾ ഏത് ഗവൺമെൻറ്റിനും അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് സഹകരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജൂൺ 15 എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രതികരിക്കാം. അതുവരെ നമ്മൊന്ന് ടൈം കൊടുക്കുക. ഈ മച്ചാന്മാരാണല്ലോ, അതുവരെ നമ്മൊന്ന് ടൈം കൊടുക്കുക, സഹകരിക്കുക. ഞങ്ങളുടെ 5 വർഷത്തേക്കുള്ള ഭരണം എങ്ങനെയെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഭരണം പോലെ അല്ലെങ്കിൽ നല്ലത്. അപ്പോൾ ഓക്കെ ബഡീസ്, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക്, സബ്സ്ക്രൈബ്, അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് അടിച്ച് വിടുക. ഓക്കെ, റൈഡ് സേഫ്, എൻജോയ്.